നായകനെ ലവ് ജിഹാദ് പെടുത്തി അകത്തിടാനെങ്കിൽ ഈ സിനിമ സുന്ദരമായനെയാണ്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല. സ്വന്തം മതത്തിൽപ്പെട്ടവരെ മാത്രം പരിഗണിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയമാണ് അവർക്ക് വേണ്ടത്. എല്ലാ മതത്തിലും ഇപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിനെ സ്നേഹിച്ച് അവളെ അന്യമതത്തിൽ തന്നെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇതര മതത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ ഒരു വീട്ടിൽ 2 മതം ഉണ്ടെങ്കിലും വർഗീയത വരും? വർഗീയത വരില്ല. അപ്പൊ വർഗീയത ഉണ്ടെങ്കിലാണ് ഇന്ന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു വർഗീയത വിറ്റുകൊണ്ടാണ് ഇവിടെ വോട്ട് ബാങ്കും രാജഭരണങ്ങളും എല്ലാം നടന്നു പോകുന്നത്. ഒരു സമയത്ത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു വർഗീയത പാർട്ടിനെ കൂട്ടുപിടിക്കുന്നു, ഒരു സമുദായത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് വോട്ട് ബാങ്കിലാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ നമ്മളെ സിനിമ കണ്ട് ലോകം മുഴുവൻ രക്ഷപ്പെടുമെന്നും അവർക്കും അറിയില്ല, ഇല്ലാന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഒരാളങ്ങനെ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. എനിക്ക് സെൻസർ ബോർഡിൽ നിന്ന് ഫസ്റ്റ് മുംബൈ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചത്, ഇവർ ഈ നായകനെ ലവ് ജിഹാദ് പെടുത്തി അകത്തിടാനെങ്കിൽ ഈ സിനിമ സുന്ദരമായനെയാണ്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഒരു സമുദായം അല്ലെങ്കിൽ ഏത് സമുദായം, ഒരു സമുദായത്തിനെ പറയാനില്ല, എല്ലാ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മുന്നിൽ നിൽക്കുന്നവരിൽ ആദ്യം കിട്ടുള്ളൂ. ബാക്കിൽ നിന്നവർക്ക് ഇവന് കിട്ടിയതിനു ശേഷം ബാക്കിയുള്ളവന് കിട്ടും. വരിക്ക് നിൽക്കുകയാണല്ലോ, ആദ്യത്തവന് കിട്ടട്ടെ, അവൻ ഒതുങ്ങിയാലുള്ള രണ്ടാമത്തവനടുത്ത് ചെല്ലുള്ളൂ. അപ്പോ ഈ ഒരു സമുദായത്തിൽപ്പെട്ടവൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവര് പറയുന്നത് ക്രൈം ആക്കിയിട്ട് അവനെ അകത്തിടണം. അപ്പൊ സിനിമ സുന്ദരമായനെന്ന്. അത് എവിടെ ക്രൈം ആവുന്നത്? ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല. അവർക്ക് മതം മാറാതെ തന്നെ കല്യാണം കഴിക്കണം. 2 വേദത്തിൽ ഖുർആനിലും ബൈബിളിലും പറയപ്പെടുന്നത് ഈ മതം മാറ്റം അനിവാര്യമല്ല. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മതപരിക്കും തീവ്രവാദത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ 2 പേര് സുന്ദരമായി സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. പകരം ഒരാളെ സ്നേഹിച്ച മതം നോക്കി അവനെ കൊല്ലുക, ജയിലിലടക്കുക, ലവ് ജിഹാദ് പറയുക. ഇപ്പൊ ഒരു ലവ് ജിഹാദ് എന്നല്ലേ പേര് വന്നിട്ടുള്ളൂ. വേറെ മതത്തിന് പേരുണ്ടോ? മുസ്ലിം വേറെ പെൺകുട്ടിയെ കെട്ടി ലവ് ജിഹാദ് അല്ലേ? പിന്നെ വേറെ മതത്തിൽ നിന്ന് മുസ്ലിം പെൺകുട്ടിയെ കെട്ടിയ എന്ത് പേരുണ്ടോ? അപ്പൊ അതെന്തോ പോട്ടെ, ഞാൻ പറയുന്നത് മുസ്ലിം പെൺകുട്ടിക്ക് ഹിന്ദു പയ്യനെ പ്രണയമാണ്, അവൻ നല്ലവനാണ്, ജോലിയുള്ളവനാണ്, നല്ല സ്വഭാവക്കാരൻ, കല്യാണം കഴിക്കട്ടെ. എന്തിനാ മതം മാറുന്നത്? അതാണ് ഇവിടെ ഇവർക്കുള്ള ബുദ്ധിമുട്ട്. അല്ല, അത് ഇപ്പുറത്തെ കമ്മ്യൂണിറ്റിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇല്ല, അല്ല അവർക്കും പ്രശ്നമല്ല. അവരെ കൊണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ടല്ലോ, ഒരു സീൻ പറയുന്നുണ്ട്, അതായത് അവിടുന്ന് ഇങ്ങോട്ട് വന്നോട്ടോ പ്രശ്നമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നത്. അവരുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, എല്ലാവരും ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. എല്ലാ കമ്മ്യൂണിറ്റിക്കും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമാണ്. ഞങ്ങൾ ഇതിലൊരു സീൻ കാണിച്ചിട്ടുണ്ട്, ഒരു പള്ളി സീൻ. ആര് സിനിമ കണ്ടവർക്ക് അറിയാം. അതിലെങ്ങോട്ട് വരുന്ന രംഗ ഞങ്ങൾ കാണിച്ചു തന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ. ഇതിൽ ആര് തെറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാ മതക്കാർക്കും ഇങ്ങോട്ട് വരണം. ഈ മതക്കാർ ചിന്തിക്കേണ്ട ദൈവം ഒരിക്കലും ആളെ കൂട്ടിത്തരാൻ ഇതൊരു മറ്റേ ആ മണി ചെയിൻ പരിപാടിയൊന്നുമല്ല. ഒന്നാമത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ സൗകര്യം കൊടുക്കണ്ടേ. എന്തോരം പരിപാടി ചെയ്തോ, ഇത്രയും പേര് എന്നുള്ള പ്ലാൻ ആക്കിയിട്ടുണ്ടാവും. ഒന്നാമതേ ഇതിൽ ഭയങ്കര സ്ത്രീ വിരുദ്ധത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും നമ്മൾ പ്രണയവിവാഹങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെൺകുട്ടിയാണ് അവരുടെ വീടും കുടുംബമൊക്കെ വിട്ടു വരുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടികൾ ആണിൻ്റെ മതത്തിലോട്ട് മാറാൻ നിർബന്ധിക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്. ആ
ഒരു സിറ്റുവേഷൻ ഒരുവിധം നിങ്ങൾ മുസ്ലിം പ്രണയത്തിലാണെങ്കിൽ ശരി, വേറെ മതത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണെങ്കിൽ മുസ്ലിം, അതായത് ആണ് എല്ലാ സൗകര്യത്തോടും കൂടി അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉമ്മയുടെയും വാപ്പയുടെയും കൂടെ ജീവിക്കുമ്പോഴും പെണ്ണ് അവളുടെ വിശ്വാസവും വീടും എല്ലാം വിട്ടു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറണം എന്നുള്ളതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അത് പറയുന്നുണ്ട്. അത് വേറെ കാര്യമുണ്ട്. അങ്ങനെ മാറി ഈ വീട്ടിൽ വന്നാൽ പോലും ഭർത്താവിൻ്റെ വീട്ടുകാർ ഉറങ്ങി, ഭർത്താവ് ഉറങ്ങി എന്ന് കരുതി കഴിഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണനെയും കുരിശും അല്ലെങ്കിൽ നിസ്കരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതായത് അവരെ ഉപബോധ മനസ്സ് ചെറുപ്പത്തിൽ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെട്ടതിന് വേണ്ടിയിട്ടും ഒരു കപടമായിട്ടുള്ള മതമാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ. 90% മതം മാറിയവരും യഥാർത്ഥ വിശ്വാസത്തിലും ആധാർ കാർഡിൽ പോലും പേരും മാറ്റിയിട്ടില്ല. അവർ ആ മത സംഘടന കൊടുത്ത പേര് നോർമലായിട്ട് സ്വീകരിക്കും. ഉള്ളിൻ്റെ ഉള്ളിലും രേഖകളിലും അവർ പഴയ പേര് തന്നെ ആയിരിക്കും. 90% പേര് ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു കാപട്യം നിറഞ്ഞ സ്നേഹം, ആ കാപട്യത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകവും ജയിലിലടക്കലും കേസും ഒരു സമുദായത്തിന് മൊത്തം കുറ്റം പറച്ചിൽ എന്തിന്? ഈ സമുദായം കുറ്റം കേൾക്കുന്ന പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവും മനസ്സിലാക്കണം, അവർ സ്വീകരിക്കരുത്.